ഇക്കഴിഞ്ഞ മാർച്ച് 8-നാണ് മലേഷ്യൻ വിമാനം കാണാതായത്. കൊലാലംപൂരിൽ നിന്ന് പുറപ്പെട്ട മലേഷ്യൻ എയർലൈൻസിന്റെ ബോയിംഗ് വിമാനത്തിൽ 239 യാത്രക്കാരാണ് ഉണ്ടായത്. സമുദ്രത്തിൽ തകർന്നു വീണെന്നാണ് കരുതുന്നത്. പറന്നുയർന്ന് 1 മണിക്കൂറിന് ശേഷം റഡാർ സ്ക്രീനിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമാവുകയായിരുന്നു. 11 വർഷത്തോളം പഴക്കമുള്ള വിമാനം അപായ സൂചനകളൊന്നും നൽകിയിരുന്നില്ല. വിമാനം തകർന്നു വീഴുന്നതിന് മുൻപ് സീറ്റിൽ പൈലറ്റില്ലായിരുന്നെന്ന് ഓസ്ട്രേലിയൻ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബ്യൂറോ ചീഫ് കമ്മീഷണർ മാർട്ടിൻ ഡൊലാൻ പറയുന്നു. തകർന്നു വീഴുമ്പോൾ ഓട്ടോ പൈലറ്റിന്റെ സഹായത്താലാണ് വിമാനം പറന്നത്. ഓട്ടോ പൈലറ്റ് എങ്ങനെ പ്രവർത്തിച്ചതെന്ന് അറിയില്ല. അതിനാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്ക് ഭാഗത്തായിരിക്കാം വിമാനം വീണതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സംബന്ധിച്ച് മലേഷ്യയിൽ നടക്കുന്ന അന്വേഷണത്തിൽ വ്യക്തത ലഭിച്ചേക്കാമെന്ന് മാർട്ടിൻ ഡൊലാൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഓഗസ്റ്റിൽ പുനരാരംഭിക്കുന്ന തിരച്ചിലിൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ വിദഗ്ധർ പങ്കെടുക്കും. സമുദ്രത്തിൽ ഏകദേശം 60,000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം സൂക്ഷ്മമായി പരിശോധിക്കും. ഓസ്ട്രേലിയയിലെ പെർത്തിന് 1800 കിലോമീറ്റർ പടിഞ്ഞാറാണ് വിമാനം തകർന്നു വീഴുന്നതായി സംശയിക്കുന്ന സ്ഥലം. തിരച്ചിൽ ഏകദേശം 1 വർഷത്തോളം നീണ്ടുപോയേക്കാമെന്നാണ് ഓസ്ട്രേലിയൻ അധികൃതർ നൽകുന്ന വിശദീകരണം. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.